സാറേ, മന്ത്രി ഇപ്പം തന്നെ പറഞ്ഞു, ആർളം ആദിവാസി മേഖലയിൽ 2 ആളുകൾ മരണപ്പെട്ടപ്പോൾ നമ്മൾ അനുഭവിച്ച പ്രയാസം. അവിടെ ഒരു ആദിവാസി യുവതി ചോദിച്ച ചോദ്യം ഇപ്പോഴും അന്തരീക്ഷത്തിൽ മുഴങ്ങി നിൽക്കുകയാണ്. ഇനിയൊരാൾ ആർളത്ത് ആനയുടെ അക്രമത്തിൽ കൊല ചെയ്യപ്പെടില്ല എന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുമോ സർ എന്ന ചോദ്യത്തിന് അങ്ങേക്കും എനിക്കും വ്യക്തമായ ഉത്തരം പറയാൻ കഴിയില്ല. ആ ചോദ്യം ഇവിടെ നിലനിൽക്കുകയാണ്. അതിന് എന്തുത്തരം ഗവൺമെൻറ് ഭാഗത്തു നിന്ന് നൽകാൻ സാധിക്കും? സത്വരമായിട്ടുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് വന്യമൃഗ അക്രമം, പ്രത്യേകിച്ച് ആന അക്രമം ആദിവാസി മേഖലയിൽ, ആർളം പുനരധിവാസ മേഖലയിൽ തടയാനുള്ള ഫലപ്രദമായ നടപടികൾ എന്തൊക്കെ, എങ്ങനെയൊക്കെ? ആറളം ഫാമിൽ 2 പേരെ കൊലപ്പെടുത്താനിടയായ വന്യജീവി അക്രമം സംബന്ധിച്ച് നമ്മൾ 2 പേരുമാണ് അവിടെ 2 ദിവസം തുടർച്ചയായി ക്യാമ്പ് ചെയ്ത് പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയിരുന്നത്. വളരെ അങ്ങയുടെ ഭാഗത്തുനിന്നുണ്ടായ സഹകരണത്തിന് ഞാൻ ആദ്യമായി നന്ദി പറയാൻ ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. സർ, അവിടെ ഇപ്പോൾ നമ്മൾ ആവിഷ്കരിച്ച രൂപത്തിലുള്ള ജനങ്ങൾ, ഗ്രാമപഞ്ചായത്ത്, വളണ്ടിയർ സംഘടന, പോലീസ്, ഫയർ സർവീസ് ഇവരുടെ നേതൃത്വത്തിലൊരു ടീം അവിടെ അങ്ങയുടെ അധ്യക്ഷതയിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. അങ്ങത് 2-3 തവണയായി റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം 6-ാം തീയതി കണ്ണൂരിൽ വന്ന് വീണ്ടും ഞാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട്. നമുക്ക് മനുഷ്യസാധ്യമായ, ഒരു ഗവൺമെൻറ്റിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചുകൊണ്ട് ആ പ്രദേശത്തെ ജനങ്ങളെ രക്ഷിക്കുക എന്ന ഉറപ്പാണ് നമുക്ക് നൽകാനുള്ളത്. പക്ഷേ അങ്ങേക്കറിയാം, ആറളം ആറളം വനവും ആറളത്തിലെ ഫാമും തമ്മിലുള്ള, ഇപ്പോൾ ഫാമിലാണ് വന്യജീവികളുള്ളത്, കാട്ടിലല്ല. ആറളം ഫാമിൽ നിന്നും ഇറങ്ങി വരുന്ന കാട്ടാനകളാണ് ദൗർഭാഗ്യവശാൽ അവിടുത്തെ തൊഴിലാളികളെ ആക്രമിച്ച് കൊലപ്പെടുത്തിയത് എന്ന വസ്തുതയും നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അതിൻ്റെ ഒരു സവിശേഷതയുണ്ട്. ആ സവിശേഷ സാഹചര്യങ്ങളെ എങ്ങനെ മറികടക്കാമെന്ന് നമ്മൾ ഓരോ ആഴ്ച കൂടുമ്പോഴും പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രമം തുടരും. ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുമെന്ന് ആറളത്തെ ജനങ്ങൾക്ക് വേണ്ടി നിങ്ങളിലൂടെ അവരെ അറിയിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്.